അല്ല, ഈ സോഷ്യൽ മീഡിയയിൽ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം ഏത് പാർട്ടി ആയിക്കോട്ടെ, ഏത് പാർട്ടിക്കാർക്കും അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു മെസ്സേജ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഏറ്റവും ബെസ്റ്റ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ. ഇപ്പം ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റ ആയിക്കോട്ടെ, വാട്സ്ആപ്പ് ആയിക്കോട്ടെ, ഇവരുടെ ഫോണിലേക്ക് വരും. അപ്പം റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനും ഒരു പരിധിവരെ സോഷ്യൽ മീഡിയ ഇത് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ എന്തെങ്കിലും തരത്തില് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ ഈ യുവതലമുറയ്ക്ക്? തീർച്ചയായിട്ടും. അതായത് തെറ്റും ശരിയും നമുക്ക് സോഷ്യൽ മീഡിയയിൽ പ്രകടമാണല്ലോ. അതായത് ഇപ്പം അതായത് ഇപ്പോഴത്തെ കാലത്ത് ഇത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ വന്നതോടുകൂടി ഇത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് കണ്ടുപിടിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ട് നമ്മൾ നേരിടുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും പുതിയ ജനറേഷനിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് ഇത് തെറ്റേതാണ് ശരി ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനം സോഷ്യൽ മീഡിയയിൽ ഉണ്ട്. എന്ന് വെച്ചാൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ മറ്റേ ഗ്രോക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ ഇതിന്റെ യഥാർത്ഥ വശം നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിനൊന്നും ചെറുപ്പക്കാർ തയ്യാറാകുന്നില്ല. സോഷ്യൽ മീഡിയയിൽ കണ്ട സാധനം അപ്പാടെ വിഴുങ്ങുന്ന ഒരു സംവിധാനമായിട്ടാണ് നമ്മൾ ഭൂരിഭാഗം ഏകദേശം 90% തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വന്ന വാർത്ത ശരിയാണോ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാനോ അല്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാനോ നമ്മുടെ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പല ചെറുപ്പക്കാരും രാഷ്ട്രീയത്തെ കുറിച്ച് ഒരു തെറ്റായ ധാരണ അവരുടെ ഇടയിൽ കൊണ്ട് നടക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അവരത് തിരുത്തണം. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ചെറിയ നമ്മുടെ രാജ്യത്തിന്റെ അടിത്തറ തന്നെ രാഷ്ട്രീയമല്ലേ. നമ്മൾ ഓരോരുത്തരും നമ്മളിപ്പം ഒരു ചെറിയ പെട്ടിക്കടക്കാരന് പോലും രാഷ്ട്രീയം ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം രാഷ്ട്രീയത്തിൽ നമ്മൾ ഇടപെട്ടില്ല എങ്കിൽ രാഷ്ട്രീയം നമ്മളിൽ ഇടപെടും. അതായത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇടപെടും. നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല, നല്ല ആഹാരങ്ങൾ കഴിക്കാൻ പറ്റത്തില്ല, നമുക്ക് നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ പറ്റത്തില്ല, നമുക്ക് എഴുതാൻ പറ്റില്ല. മനസ്സിലായി? ഗൗരി ലങ്കേഷിനെ പോലെയുള്ള വളരെ പ്രഗത്ഭരായ എഴുത്തുകാർ എങ്ങനെ മരണപ്പെട്ടു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്വതന്ത്രമായി എഴുതിക്കൊണ്ടിരുന്ന എത്ര ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? രാഷ്ട്രീയം അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നതുകൊണ്ടാണ്. അപ്പം അത് നമ്മൾ ഇടപെടാൻ തയ്യാറായില്ലെങ്കിൽ ഏകദേശം നല്ലൊരു വിഭാഗം ചെറുപ്പക്കാർ വോട്ട് ചെയ്യാതെ മാറിയിരിക്കുകയാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അല്ല, അത് വോട്ട് ചെയ്യാതെ മാറിയിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പം റീസെന്റ് ആയിട്ട് നടന്ന ഒരു ഇലക്ഷനിൽ പല ആളുകളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവര് ഈ ഇലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ നിന്ന് അവർ മാറി നിൽക്കുകയാണ്. ശരിക്കും അവർക്ക് ഇവിടെ മടുത്തു, സിസ്റ്റം മടുത്തു, ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികളെ മടുത്തു. കാര്യം PSC ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, പേരുണ്ടായിരുന്നു, അത് ആ പേരും പറഞ്ഞ് കല്യാണമായി, കല്യാണം നിശ്ചയം കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ വിളിക്കും, പിന്നെ വിളിക്കും, നാളെ വിളിക്കും, മറ്റന്നാൾ വിളിക്കും എന്ന് പറഞ്ഞിരുന്ന് ലാസ്റ്റ് ലിസ്റ്റ് ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ആ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടായതെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പൊ അയാളെ വിളിക്കും, ഞാൻ ആർക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത്? കാര്യം PSC ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, ആ പൊളിറ്റിക്കൽ പാർട്ടി ഏതാണോ അത് ആരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിന്റെ പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന പാർട്ടികൾ ഏതൊക്കെയാണോ എല്ലാവരും പോയി സെക്രട്ടേറിയറ്റിൽ പോയി സമരം ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു. പക്ഷെ ഒരു പക്ക റിസൾട്ട് അയാളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അയാളെ പോലുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല.